ശുചിത്വ മിഷനിൽ സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് അനധികൃത നിയമനം നൽകിയതിനെതിരെ പരാതി. തിരുവനന്തപുരത്തെ CPM അംഗമാണ് അനധികൃത നിയമനത്തിനെതിരെ ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. പരാതി ജില്ലാ കമ്മിറ്റി ഓഫീസ് വഴി മന്ത്രി MB രാജേഷിന്റെ ഓഫീസിലേക്ക് അയച്ചു. പരാതി പരിശോധിക്കണമെന്ന് മന്ത്രി ഓഫീസിൽ നിന്ന് എഴുതിയതിനു ശേഷം കത്ത് ശുചിത്വ മിഷന്റെ മെയിൻ ID-യിലേക്ക് അയക്കുകയായിരുന്നു. കത്ത് ഡൗൺലോഡ് ചെയ്ത് ജീവനക്കാർ വാട്സപ്പിൽ പ്രചരിപ്പിച്ചു. എന്നാൽ കത്ത് കൊടുത്ത് 9 മാസം കഴിഞ്ഞിട്ടും അനധികൃത നിയമത്തിനെതിരെ ശുചിത്വ മിഷൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, മന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ടിട്ടും അനധികൃത നിയമനത്തിൽ എന്തുകൊണ്ടാവാം ശുചിത്വ മിഷൻ നടപടി സ്വീകരിക്കാത്തത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യവും അരുൺ. എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്ന് തന്നെയാണ്. അതിലും കൗതുകമുള്ള ഒരു കാര്യം, ഒരു പാർട്ടി അംഗം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് ഒരു കത്തയക്കുന്നു. അത് പരാതിയാണ്. അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന പാർട്ടി അംഗമായ ജീവനക്കാരനാണ് അവിടെ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള കോൺഗ്രസ് BJP അനുഭാവികളായവർ അനധികൃതമായി ജോലി ചെയ്യുന്നു എന്ന പരാതി ജില്ലാ സെക്രട്ടറിക്ക് കൊടുക്കുന്നത്. ജില്ലാ സെക്രട്ടറി മന്ത്രിയുടെ ഓഫീസിലേക്ക്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ ഓഫീസിലേക്ക് അത് കൊടുത്തയക്കുകയും ചെയ്തു. ഇതെല്ലാം സംഭവിക്കുന്നത് കഴിഞ്ഞ മെയ് മാസമാണെന്ന് ഓർക്കണം. അതായത് 2 മാസം കൂടി കഴിഞ്ഞാൽ 1 വർഷമായി. അങ്ങനെ MB രാജേഷിന്റെ ഓഫീസ് ഇത് പരിശോധിക്കണം എന്ന് ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് എഴുതുകയും ചെയ്തു. ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് എഴുതിയ ആ കത്ത് നേരിട്ട് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് കൊടുക്കുന്നതിന് പകരം ചെയ്തത് ശുചിത്വ മിഷന്റെ ഇമെയിലിലേക്ക് അയച്ചു കൊടുത്തു. ഇമെയിൽ അവിടെയുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാ ജീവനക്കാർക്കും ആക്സസ് ഉള്ളതാണ്. എല്ലാവരും ആ കത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോഴേക്കാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. അതേ ഓഫീസിലുള്ള CPM അംഗം, അതേ ഓഫീസിലുള്ള മറ്റ് അനധികൃതമായി കയറിയവർക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതി അവരെല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പ് വഴി പരസ്പരം അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ കത്തിന്റെ പകർപ്പ് നമുക്കും കിട്ടുന്നത്. പക്ഷേ അതിലുള്ള ഗുരുതരമായ ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ ഇത്തരത്തിലുള്ള കത്തുകൾ ഒരിക്കലും പുറത്തേക്ക് പോകാറില്ല. ഇത് പുറത്തേക്ക് പോയി എന്ന് മാത്രമല്ല, കഴിഞ്ഞ 9 മാസക്കാലമായി ഇതിൽ ഒരു നടപടിയെടുക്കാൻ മന്ത്രിയുടെ ഓഫീസിനോ ശുചിത്വ മിഷന്റെ ഓഫീസിനോ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഗൗരവമായ ഒരു കാര്യം അരുൺ. അതായത് പാർട്ടി അംഗം തന്നെ കൊടുത്ത പരാതിയിന്മേൽ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി വഴി എത്തിയ പരാതിയിന്മേൽ പോലും മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടും നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഗുരുതരമായ ഒരു കാര്യം. സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി ഒരു ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ അതിൽ അപ്പോൾ തന്നെ നടപടി ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു അനധികൃത നിയമനം, അതും ഈ സർക്കാരിന് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിട്ട് കൂടി കഴിഞ്ഞ 9 മാസമായിട്ടും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ IAS നേരത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ വിരമിച്ച ആളാണ് ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ശുചിത്വ മിഷനിൽ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഒരു കത്ത് മന്ത്രി ഓഫീസിൽ നിന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് 9 മാസവും കോൾഡ് ഫ്രീസറിൽ ഇരിക്കുന്നു. അതിനർത്ഥം CPM ജില്ലാ കമ്മിറ്റിക്ക് മുകളിൽ, മന്ത്രി ഓഫീസിനും മുകളിൽ ആരൊക്കെയോ ശുചിത്വ മിഷനിൽ ഉണ്ട് എന്ന് തന്നെയാണ് അരുൺ. ഇതൊറ്റപ്പെട്ട ഒരു വകുപ്പിലുള്ളതല്ല, പല വകുപ്പിലും നമ്മൾ കാണുന്നുണ്ട്. അനധികൃതമായി സർവീസിൽ നിന്ന് വിരമിച്ചവരെ അടക്കം, അതുപോലെ എംപ്ലോയ്മെന്റ് വഴി ഒന്നുമല്ലാതെ യഥേഷ്ടം പിൻവാതിൽ നിയമനം നടത്തിയിട്ടും ഓരോ വർഷം കഴിയുന്തോറും കരാർ കാലാവധി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ശുചിത്വ മിഷനിൽ തന്നെ ഒരു ഉത്തരവ് നിലവിലുണ്ട്, 60 വയസ്സ് കഴിഞ്ഞ ആർക്കും നിയമനം തുടർന്നു കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷേ അതിന്റെ ലംഘനം കൂടി ഇവിടെ നടക്കുന്നു എന്നതാണ് അരുൺ. ഓക്കെ, മുകളിലുണ്ടടാ പിടി എന്നുള്ളതായിരിക്കും ഇവരുടെയൊക്കെ കണക്കുകൂട്ടൽ.